അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തെയും മക്കയിൽ നിന്ന് കുറേ ഉപദ്രവിച്ചിട്ടാണല്ലോ മദീനയിലേക്ക് പലായനം ചെയ്തത്. മദീനയിൽ ചെന്നിട്ടും മക്കയിലുള്ള ഖുറൈശികൾ സ്വൈരം കൊടുത്തില്ല. അങ്ങനെ ഹിജ്റ 2-ാം വർഷം ഒരു യുദ്ധമുണ്ടായി. അതിൻ്റെ പേരാണ് ബദർ യുദ്ധം. അതിലെ മക്കയിലുള്ള മുശ്രിക് ഖുറൈശി പ്രമുഖന്മാർ 3-4 ആൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് അതിന് പ്രതികാരം എന്നോളാണ് ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധം ഉണ്ടായത്. അതിൽ മുസ്ലിങ്ങൾക്ക് പരാജയപ്പെട്ടു, പ്രവാചകന് പോലും മുറിവേറ്റു. അതൊക്കെ കഴിയട്ടെ, ഹിജ്റ 5-ാം വർഷം മക്കയിലൊരു സംഭവമുണ്ടായി. വരൾച്ച, മഴ തീരെ പെയ്തില്ല, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, കൃഷി ചെയ്താൽ വിളകളില്ല. അങ്ങനെ മക്ക മുഴുവനും ദാരിദ്ര്യത്തിൻ്റെ പിടിയിലായി. ഭക്ഷണമില്ല, വസ്ത്രമില്ല, വെള്ളമില്ല. കുട്ടികൾ വെള്ളം കിട്ടാതെ കരഞ്ഞു. പാലൂട്ടുന്ന സ്ത്രീകൾക്ക് അമ്മിഞ്ഞില്ലാതെയായി. കഠിനമായ ദാരിദ്ര്യം. പണക്കാരനും പണിക്കാരനും പാവപ്പെട്ടവനും ദരിദ്രനുമെല്ലാം ഒരു ഒറ്റ വെള്ളം പോലും കിട്ടാത്ത കഷ്ടപ്പാട് കൊണ്ട് അള്ളാഹു ശിക്ഷിച്ചായിരിക്കാം. അങ്ങനെ ഹിജ്റ 5-ാം വർഷത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മദീനയിൽ ഇവരറിഞ്ഞു. മക്കയിൽ കടുത്ത ദാരിദ്ര്യവും വരൾച്ചയുമാണ്. കുട്ടികൾ കരയുന്നു, സ്ത്രീകൾ കരയുന്നു. ദാരിദ്ര്യം, വിശപ്പ്, ദാഹം. പ്രവാചകൻ ചിന്തിച്ചു, ഒരിക്കൽ എന്നെയും എൻ്റെ അനുചാരന്മാരെയും ഷൈബ് അബൂ താലിബ് എന്ന് പറയുന്ന ഒരു താഴ്വരയിലേക്ക് ഒറ്റപ്പെടുത്തി ഞങ്ങൾക്ക് ഭക്ഷണം ബഹിഷ്കരിച്ചു, വസ്ത്രം ബഹിഷ്കരിച്ചു, പാർപ്പിടം ബഹിഷ്കരിച്ചു. ആ മലഞ്ചെരുവിൽ കുറേ കാലം ഞങ്ങൾ പട്ടിണി കടന്ന് 3 വർഷത്തോളം പട്ടിണി കടന്ന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾ പൈതാഹത്താൽ പൊട്ടിക്കരയുമ്പോൾ മക്കാ മുശ്രിക്കുകൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചു. ഭക്ഷണപദാർത്ഥം കിട്ടാഞ്ഞിട്ട് ഇലകൾ പറിച്ച് ഭക്ഷിച്ചിട്ട് ആടുകൾ കാശിക്കുന്നത് പോലെ കാഷ്ടിച്ചു. ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ച ആ മക്കക്കാരുടെ ഈ വിഷമം കേട്ടപ്പോൾ മക്കക്കാരെ പോലെ പൈശാചികമായി പൊട്ടിച്ചിരിക്കുകയല്ല പ്രവാചകൻ ചെയ്തത്. പ്രവാചകൻ ഇത് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. അംർ ബിൻ ഉമയ്യൻ്റെ നേതൃത്വത്തിൽ എത്രയും വേഗം ഒരു ധാന്യ ശേഖരണം മദീനയിൽ നടത്തി. മക്കക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് വേണ്ടി സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞു. മദീനയിലുള്ള എല്ലാവരും അവരാൽ കഴിയുന്ന ഭക്ഷണപദാർത്ഥങ്ങളും ധാന്യങ്ങളും കൊണ്ടുവന്ന് സംഭാവന ചെയ്തു. അംർ ബിൻ ഉമയ്യൻ്റെ നേതൃത്വത്തിൽ അത് ശേഖരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൊടുത്തയച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തയച്ച വിവരം തന്നെ അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ, അബൂ സുഫിയാനെ അന്ന് ഖുറൈശികളുടെ കൂട്ടത്തിൽ ഇനി തലവനായിട്ട് അവിടെ ഉള്ളൂ. അബൂ സുഫിയാൻ ഉമയ്യ ചെന്നപ്പോൾ അദ്ദേഹത്തെ കൈനീട്ടി സ്വീകരിച്ചു. ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ എല്ലാവർക്കും, പാവപ്പെട്ടവർക്കും പണക്കാർക്കും, ഭക്ഷണപദാർത്ഥങ്ങളില്ലാത്തവർക്ക് എല്ലാവർക്കും അത് നൽകി. ആശ്വാസമായി സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഓരോ മക്കക്കാരുടെയും കണ്ണീരിൽ നിന്ന് ഒഴുകി. ഞങ്ങൾ എത്രയോ വേദനിപ്പിച്ച് ഉപദ്രവിച്ച് പറഞ്ഞയച്ച മുഹമ്മദിൻ്റെ ചാരിറ്റി സഹായഹസ്തം ആണ് ഞങ്ങൾക്കിവിടെ എത്തിയിരിക്കുന്നത്. സന്തോഷത്താൽ സ്വീകരിച്ചു. അബൂ സുഫിയാൻ പ്രത്യേകമായി കൊണ്ടുചെന്ന സഹാബിനോടും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തി. ലോകത്തിൻ്റെ മുമ്പിൽ ശത്രുക്കൾക്ക്, ഇത്രയും അധികം ഉപദ്രവിച്ച ശത്രുക്കൾക്ക് സഹായം ചെയ്ത പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം, ലോകത്ത് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ ലോകമേ, പ്രവാചകൻ്റെ ഈ ചര്യയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രവാചകൻ ചെയ്യൽ ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകനെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ അങ്ങ് ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും
കാരുണ്യവാനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. ആ ആയത്തിനെ പ്രവാചകൻ ഈ പ്രവൃത്തിയിലൂടെ ലോകത്തിന് മുമ്പിൽ അർത്ഥവത്താക്കി. സഹോദരന്മാരെ, നമ്മളും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശത്രു എന്നോ മിത്രു എന്നോ ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ നൽകി പ്രവാചകൻ്റെ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി കാണാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.